ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ ചെറിയൊരു ഓഫീസ് റൂമാണ്. അപ്പോൾ ഭാര്യ ഇങ്ങനെ എപ്പോഴും പറയും, വീട് മൊത്തം പെയിൻ്റ് അടിക്കാനയക്കണമെന്ന് പറയും. അതൊക്കെ മൊത്തം പെയിൻ്റ് അടിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഒത്തുവരണ്ടേ. അപ്പോൾ ഒരു ദിവസം പെണ്ണുങ്ങൾ പറഞ്ഞു, മൊത്തം പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഫീസ് റൂമെങ്കിലും ഒന്ന് പെയിൻ്റ് അടിക്കണം എന്നാണ്. ഇതുപോലെ വല്ലാതെ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി, കുറച്ച് പെണ്ണുങ്ങൾ പറഞ്ഞത് നമ്മൾ അനുസരിക്കണമല്ലോ. എന്താ നിങ്ങളെ അഭിപ്രായം? ഇവിടെ കൂടുതൽ അനുസരിക്കേണ്ടി വരും. നിങ്ങൾ പുതിയാപ്പിളാരുടെ രാജ്യമാണ് ഇവിടെ. അല്ലാഹു തആല ഖൈറ് തരട്ടെ. ഇവിടെ പുതിയാപ്പിളാരുടെ രാജ്യം. പുതിയാപ്പിള അങ്ങോട്ട് പോലും അങ്ങോട്ട് വരും, രണ്ടുമുണ്ട്. അതൊരു ക്ഷീണമുള്ള കാര്യമൊന്നുമല്ല. അതിപ്പോൾ ഒരു ക്ഷീണമുള്ള കാര്യമൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും ഓരോ രാജ്യത്തിൻ്റെ രീതി അനുസരിച്ച്. ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പെയിൻറ് തരുന്ന കച്ചവടക്കാരന് വിൽക്കുന്ന കച്ചവടം, അവനോട് കുറച്ച് പെയിൻറ്റിന് വിളിച്ചു പറഞ്ഞു. റെഡിയായി. പെയിൻ്റൊക്കെ കടം കൊണ്ടുവന്നു. പണിക്കാർക്ക് കൂലി കൊടുക്കാനുള്ള പണിക്കാർക്ക് കൂലിയൊക്കെ കൊടുത്ത് പെയിൻറ്റിൻ്റെ കടം വീടിയിട്ടില്ല. അപ്പം ഈ പെയിൻ്റ് അടിച്ചതൊക്കെ കാണാനും ഇത് സന്തോഷിക്കാനും ഒക്കെ കൂടെ ആയിട്ട് കെട്ടിച്ച 3 പെൺമക്കളും കുട്ടികളൊക്കെ വിരുന്നു വന്ന്. ഞാനോലൊക്കെ സന്തോഷിപ്പിച്ചൊക്കെ അവിടെ ഇരുത്തി ഞാൻ വയലിന് പോന്നു. രാത്രി വയല് കഴിഞ്ഞ് ചെന്ന് ബെല്ലടിച്ച് നോക്കുമ്പോൾ ആരെ സൗണ്ടും ഇല്ല, ഒറ്റ കുട്ടിന് സൗണ്ടില്ല. ഞാൻ വിചാരിച്ചു, പടച്ചോനെ, മക്കളൊക്കെ വിരുന്ന് വന്നിട്ട് എന്ത് പറ്റി, ഇത്ര നേരത്തെ അങ്ങനെ ഉറങ്ങുമല്ലോ, ഇവരൊക്കെ കൂടെ ഒന്ന് വന്നിട്ട്, നാളെ ഞായറാഴ്ച സ്കൂളും ഇല്ല, ആരുടെയും സൗണ്ടില്ല. അപ്പോൾ ഭാര്യ പതുക്കെ വന്നിട്ട് വാതിൽ തുറന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പം ഇവളെ മുഖം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയ സംഗതി കുഴപ്പമാണ്. അപ്പം പറഞ്ഞു, ആ പെയിൻ്റ് അടിച്ച റൂമുണ്ടല്ലോ, ആ റൂമിൽ ഇവർ 9 പേരക്കുട്ടികളുണ്ട്. LKG, UKG, 2 pre-KG, 2 3ാം ക്ലാസ്. ഇവർക്കിങ്ങനെ ഈ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ചുമരൊക്കെ നല്ല വൃത്തിയായി കണ്ടപ്പോഴേ ആ ചുമരുമ്മ ഇനി ഒരു സ്ഥലത്ത് ചിത്രം വരയ്ക്കാൻ ബാക്കില്ല. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, എൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. പൈസ പെയിൻറ്റുകാരന് കൊടുക്കാൻ ബാക്കിയാണ്. മനസ്സിലാവും? പണിക്കാർക്ക് മാത്രം കാശ് കൊടുത്തിട്ടുള്ളൂ. അല്ലാഹു റബ്ബി. ചുമരും ഇങ്ങനെ നോക്കുമ്പോൾ ചില വിദ്വാൻമാർ എന്ത് ചെയ്തിക്കണേ, സ്റ്റൂളൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ചുമര് മുഴുവനും ചിത്രം വരച്ച് റെഡിയാക്കി വെച്ചു. ഇതൊക്കെ ഇങ്ങനെ ചിത്രം വരച്ച് റെഡിയാക്കി വെച്ച് ഞാൻ വരുമ്പം എന്തായിരിക്കും ഇനി സ്ഥിതി? അല്ല, എൻ്റെ സ്ഥിതി അവിടെ കേട്ടെ, നിങ്ങളാണെങ്കിൽ എന്താ മട്ടെ? നിങ്ങളിപ്പോൾ എൻ്റെ പേരിലായപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ശരി, നിങ്ങളാണ് ആ വാപ്പാന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും മട്ടെ? ഒരു ബദർ അവിടെ നടക്കൂലേ? ആഹാ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ വേദ പറഞ്ഞ് നടക്കുന്ന ആളായതുകൊണ്ടായിരിക്കും, ഞാൻ ഈ വാതിൽ തുറന്ന് ഈ ചുമരൊക്കെ ഇങ്ങനെ ചിത്രം വരച്ച് കണ്ടപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് കൈമുട്ടിയിട്ട് ഉഷാറായിട്ടുണ്ടല്ലോ, ഉഷാറായിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ അറിയുമെങ്കിൽ നമുക്ക് പെയിൻറ്റിങ്ങിന് ആളെ വിളിക്കേണ്ടിയിരുന്നില്ല. ഈ ചിത്രം ആരാ വരച്ചത്? ഓനിക്കാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം ബെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ കട്ടിലിൻ്റെ ഉള്ളിൽ നിന്ന് എണീറ്റ് വന്നിട്ട് ഇപ്പം അത് ഞാനാണെന്ന് പറഞ്ഞു. അല്ലാ, 3 മിനിറ്റ് കൊണ്ട് കള്ളന്മാർ മുഴുവനും ഹാജരായി. ഞാൻ എൻ്റെ ചെറിയ മോനോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഈ ചിത്രം വരച്ച ആളുകൾക്കൊക്കെ സമ്മാനം കൊടുക്കണം. അതുകൊണ്ട് ഇപ്പം എല്ലാവരും ഉറങ്ങുക, നാളെ എല്ലാവർക്കും സമ്മാനം തരാം. രാവിലെ വിളിച്ചിട്ട് ഇതാരാ വരച്ചത്? ഇതിന്നാണ്. ഒരു മോളെ കുട്ടി, ഓനിക്കൊരു പുസ്തകവും ഒരു പെൻസിലും കൊടുത്തു. ഇതായിരിക്കാം ഇതൊരാൾ, ഓനിക്കൊരു പുസ്തകം പെൻസിലും കൊടുത്തു. 9 പേരക്കുട്ടികൾക്ക് 9 പുസ്തകവും കൊടുത്തു, 9 കളർ പെൻസിലും കൊടുത്തു. ഇവരെല്ലാവരും നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിത്രമൊക്കെ ഉഷാറായിട്ടുണ്ട്, നിങ്ങളെ കലകളൊക്കെ ഉഷാറായിട്ടുണ്ട്, എല്ലാവർക്കും ഫസ്റ്റ് മാർക്ക് തരാം, എല്ലാവരുടെ ബുക്കിലും ഒക്കെ ഒന്ന് ഇങ്ങനെ സ്റ്റാർ വരച്ചു കൊടുത്തു ഒക്കെ റെഡിയാക്കിയിട്ട് ഇവരോട്, ഇനി നിങ്ങൾ വരയ്ക്കുമ്പോൾ കടലാസിൽ വരച്ചാൽ മതി, ഒന്നും ചുമരുമ വരക്കരുത് കേട്ടോ. അല്ലാഹു റബ്ബി. ഇപ്പം നമ്മളെ നിസാരിയിലുണ്ടല്ലോ കുട്ടികളൊരു ചിത്രം വരക്കൽ, ആ ചിത്രം വരക്കലിൽ നമ്മളെ പേരക്കുട്ടിക്കാണ് ഫസ്റ്റ്. ഞാൻ അന്ന് അവർക്കിങ്ങനെ ഒരു സമ്മാനം കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ചതുകൊണ്ട് കുട്ടികൾക്കൊക്കെ റായത്തായി. മറിച്ച് അവിടെ ദേഷ്യം പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു കുട്ടിനെ പിടിച്ചിട്ട്, കിട്ടിയ കുട്ടിനെ പിടിച്ചിട്ട് ഒന്നാണ്ട് കൊടുത്തു. നോക്കുമ്പോൾ ഓൻ വരച്ച ആളല്ല, അത് രണ്ടാമത്തെ മോളെ കുട്ടി, അടി ഓനിക്കാണ് കിട്ടിയത്. ചിത്രം വരച്ചത് മറ്റേ കുട്ടിയാണ്. സ്വാഭാവികമായിട്ടും ആ മോളെന്ത് പറയും, ഇവിടെ ഒന്നും ഇങ്ങനെ തന്നെയാണ്, എൻ്റെ കുട്ടിയൊക്കെ തന്നെയാണ് അടി കിട്ടല്, അതുകൊണ്ട് ഞാൻ പോകുക, ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല. കണ്ടോ, മക്കൾക്കിടയിൽ പ്രശ്നമാകൂലേ? മുതിർന്ന തലമുറ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ പെയിൻറ്റിന് പൈസ കൊടുത്തിട്ടില്ല,
ഞാനിത് കുറച്ച് കടായിട്ട് ചെയ്തതാണ്, ഇതൊക്കെ വൃത്തി സൂക്ഷിക്കണം. ഇതൊന്നും pre-KG പഠിക്കുന്ന കുട്ടിക്കറിയില്ല, ഇതൊന്നും LKG പഠിക്കുന്ന കുട്ടിക്കറിയില്ല, ഇതൊന്നും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിക്കറിയില്ല. അപ്പൊ കുട്ടിയോട് ദേഷ്യം പിടിച്ച് അടിപിടി ഉണ്ടാക്കിയത് കൊണ്ട് കുട്ടി നന്നാകുമോ? നന്നാകൂല. അവിടെ മുതിർന്ന എനിക്കറിയാം, ഞാനാണ് അവിടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ഞാനാണ് വല്യപ്പ, ഞാനാണ് വാപ്പ. കുട്ടിക്ക് ഇതിന്റെ ബുദ്ധിയൊന്നുമില്ല. ഈ pre-KGയിൽ പഠിക്കുന്ന കുട്ടി, യാ റബ്ബ് യാ റബ്ബ്. ഓ പ്രിയപ്പെട്ടവരെ, അഖ്ലാഖുദ്ദീൻ, പെരുമാറ്റ ശാസ്ത്രം എന്ന് പറയുന്നതുണ്ട്. ഈ പെരുമാറ്റ ശാസ്ത്രത്തിലേക്ക് ബുദ്ധിയും തൻ്റെ ഇടവും വിഷയങ്ങളും ഒക്കെ വന്ന ആളാരാ? നമ്മളാണ്. ചെറിയ കുട്ടിക്ക് അത് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഞാൻ നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്ലേറ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാങ്ങി, ഇഷ്ടപ്പെട്ട ഒരു പ്ലേറ്റ് കണ്ടപ്പോൾ വാങ്ങി. പക്ഷേ അത് ഫസ്റ്റിലെ ദിവസം തന്നെ അത് എൻ്റെ മോളെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് അത് പൊടിയായി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയണം അല്ലേ? അവിടെ കുലുമാലിൻ്റെ കുലുമാലായി. ഒരിക്കലും നമ്മളെ മോള് ആ പ്ലേറ്റ് കയ്യിൽ നിന്ന് വെറുതെ എറിഞ്ഞു ഉടക്കൂല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അല്ലേ? നിലത്ത് വീണപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ കാലിന് വല്ലതും പറ്റിയോ? എൻ്റെ മകൻ്റെ ഭാര്യയാണ്. ഓളോട് ഞാൻ ചോദിച്ചു, മോളെ കാലിന് വല്ലതും പറ്റിയോ? ഇപ്പം കാലിനൊന്നും പറ്റിയില്ല. എന്നാൽ വേഗം അതൊക്കെ റെഡി ആയിക്കോ, പ്ലേറ്റ് ഇനിയും വാങ്ങാൻ കിട്ടും ഇല്ലേ? അവിടെ നമ്മൾ മനസ്സുകൊണ്ട് ബേജാറായി നിൽക്കുന്ന ആ മോളെ നമ്മൾ കുറച്ച് ദേഷ്യപ്പെട്ട് ഒച്ചപ്പാടുണ്ടാക്കി ബഹളം വെച്ച് എന്നേക്കും അവളെ മനസ്സിന്ന് മാഞ്ഞു പോകാത്ത കുറച്ച് ചീത്ത വാക്ക് പറഞ്ഞ് അതുകൊണ്ട് കുട്ടി നന്നാകുമോ? അതുകൊണ്ട് മോള് നന്നാകുമോ? മോളും നന്നാവില്ല, പ്ലേറ്റും നന്നാവില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു റബ്ബി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വിശ്രമിക്കുന്ന ദിവസം, റസൂലുള്ള ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വിശ്രമിക്കുന്ന ദിവസമാണ്. ആ വിശ്രമിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കുറച്ച് പായസം അല്ലെങ്കിൽ അലീസ, കുറച്ച് പലഹാരം അത് ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അത് കൊണ്ടുവന്നത് എവിടുന്ന? അപ്പുറത്തുള്ള മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. മറ്റേ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ആ പ്ലേറ്റും ആ പലഹാരവും ആ പായസമോ എന്തോ ആവട്ടെ ആ പലഹാരം കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഏൽപ്പിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് റസൂലുള്ളാഹി ഉള്ളത്. ആയിഷ ബീബിക്ക് നിശ്ചയിച്ച ദിവസമാണെന്ന്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ റസൂലുള്ളാഹി താമസിക്കുമ്പോൾ മറ്റൊരു ഭാര്യ വീട്ടിൽ നിന്ന് അവർ എന്ത് കൊടുത്തയച്ചു? കുറച്ച് പലഹാരം കൊടുത്തയച്ചു. ആ കൊടുത്തയച്ചിരിക്കുന്ന പലഹാരം അതിങ്ങനെ റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കൊടുത്തപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒറ്റ തട്ടാണ് തട്ടി. പ്ലേറ്റ് നിലത്ത് വീണു, രണ്ട് കഷ്ണമായി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കാണിച്ചിരിക്കുന്ന അഖ്ലാഖുദ്ദീൻ, ഒരു സംഭവത്തോട് സാന്ദർഭോചിതമായിരിക്കുന്ന ഒരു പെരുമാറ്റ ശാസ്ത്രം. എന്താ ചെയ്തത് റസൂലുള്ളാഹി തങ്ങൾ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലത്ത് വീണിരിക്കുന്ന പായസം അല്ലെങ്കിൽ നിലത്ത് വീണിരിക്കുന്ന പലഹാരം നബി തങ്ങൾ തൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ വാരിയെടുത്തു. എന്നിട്ട് രണ്ട് കഷ്ണമായി കിടക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ, ആ പ്ലേറ്റ് റസൂലുള്ളാഹി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ നിലത്ത് വീണിരിക്കുന്ന ആ പലഹാരം അത് റസൂലുള്ളാഹി തങ്ങൾ ആ പ്ലേറ്റിലേക്ക് തന്നെ എടുത്തു വെച്ചു. ആ പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഓഹരി ചെയ്യാൻ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ അലൈക്കുമുൽ ഉമ്മുക്കും, നിങ്ങളെ ഉമ്മാക്ക് എന്തോ ദേഷ്യമുള്ള സമയമാണ് മക്കളെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. അവിടെ റസൂലുള്ളാഹി തങ്ങൾ എന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടില്ല, ചാടിക്കളിച്ചില്ല, ചീത്ത പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ ഉമ്മാക്ക് ഒരു ശൈത്താൻ കയറിയിട്ടുണ്ട് എന്ന രൂപത്തിൽ ഉമ്മ എന്നാണ് അപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ ഓർത്തു ഉമ്മുക്കും, ഉമ്മാക്ക് ദേഷ്യം പിടിച്ച സമയമാണ് കേട്ടാ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ നിലത്ത് വീണ പലഹാരം എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു. പൊട്ടിയ പ്ലേറ്റ് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചു പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ചെറിയൊരു ശിക്ഷ ആയിഷ ബീബിക്ക് കൊടുത്തു. അതെന്താ? അത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കേടുവരാത്ത പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റ് എടുത്തിട്ട് വന്നാക്ക് തിരിച്ചു കൊടുത്തു.
പലഹാരം കൊണ്ടുവന്ന വീട്ടുകാർക്ക് എന്ത് ചെയ്തു? റസൂലുള്ളാഹി തങ്ങൾ ആ പ്ലേറ്റ് എടുത്തിട്ട് അവർക്ക് കൊടുത്തു. പൊട്ടിയ പ്ലേറ്റ് ആർക്കും കൊടുത്തു? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്കും കൊടുത്തു. അഖ്ലാഖുദ്ദീൻ, മനുഷ്യന് സഹജമായി ഉണ്ടാകാവുന്ന ചില വികാരങ്ങളുണ്ടാകും, ചില എടുത്തുചാട്ടമുണ്ടാകും, ചില സ്വഭാവമുണ്ടാകും. ഇതിനൊക്കെ മറക്കാൻ പെണ്ണിനും കഴിയണം, ആണിനും കഴിയണം. ഇതൊക്കെ ക്ഷമിക്കാൻ പെണ്ണിനും കഴിയണം, ആണിനും കഴിയണം. അവിടെയാണ് സ്വഭാവശാസ്ത്രം, അവിടെയാണ് പെരുമാറ്റശാസ്ത്രം, അവിടെയാണ് പെരുമാറ്റശാസ്ത്രം. അഖ്ലാഖുദ്ദീൻ, ഇസ്ലാമിന്റെ ഒരു പെരുമാറ്റശാസ്ത്രം അവിടെയാണ്. നമുക്ക് മറക്കാൻ സാധിക്കണം, നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം, നമുക്ക് വിട്ടുവീഴ്ചക്ക് സാധിക്കണം. അത് ചിലപ്പോൾ അബദ്ധം പറ്റിയത് ഭാര്യക്കാകും, മറ്റൊരു സമയത്ത് അബദ്ധം പറ്റുന്നത് ഭർത്താവിനായിരിക്കും, ചിലപ്പോൾ അബദ്ധം പറ്റിയത് ഡ്രൈവർക്കായിരിക്കും, ചിലപ്പോൾ അത് മുതലാളിക്കായിരിക്കും, ചിലപ്പോൾ അബദ്ധം പറ്റിയത് തൊഴിലാളിക്കായിരിക്കും, ചിലപ്പോൾ അബദ്ധം പറ്റിയത് മാനേജർക്കായിരിക്കും. സന്ദർഭോചിതമായി ഉണ്ടാകാവുന്ന മനഃപൂർവമല്ലാത്ത ഇത്തരം സന്ദർഭങ്ങളിൽ ഈ സംഭവിച്ച തെറ്റിനേക്കാൾ വലിയ തെറ്റ് നമ്മളെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാകാൻ പാടില്ല. ഇതൊരു പ്ലേറ്റ് പൊട്ടിയിട്ടുള്ളൂ, വേറൊരു പ്ലേറ്റ് വാങ്ങാം അല്ലേ? റോട്ടിൽ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു വണ്ടി മറ്റൊരു വണ്ടിയെ തട്ടിപ്പോയി. ഏതെങ്കിലും ഒരു ഡ്രൈവർ മനഃപൂർവ്വം ഒരു വണ്ടി ഇടിക്കുമോ? അബദ്ധത്തിൽ ഒന്ന് ഉരസിപ്പോയി, അപ്പോഴേക്ക് മറ്റേ വണ്ടിത്തെ ചങ്ങായി ഓടി ഇറങ്ങിയിട്ട് ഈ ഡ്രൈവറെ പൊതിരെ തല്ലി. ഈ തല്ലലുകൊണ്ട് വണ്ടി നന്നാകും? ഞാൻ പറയുന്നത് നമ്മുടെ ഒരു പെരുമാറ്റ ശാസ്ത്രത്തിൽ ശ്രദ്ധിക്കാണ്. രണ്ടാൾ ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്യാണ്. ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങളായി ത്വലാഖിലേക്ക് എത്തുന്നു. ഭാര്യ ഭർത്താക്കൾ പിണങ്ങി വാശിയിൽ നിൽക്കുന്നു. കുടുംബാംഗങ്ങൾ, അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാതാകുന്നു. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ കണ്ടാ മിണ്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. നിസ്സാര കാര്യങ്ങൾ ഓർത്തു നോക്കൂ നിങ്ങൾ. രണ്ടാള് ബസ്സിൽ യാത്ര ചെയ്യാണ്. അപ്പോ ബസ്സിൽ യാത്ര ചെയ്തിങ്ങനെ പോകുമ്പോൾ കുറച്ചങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരാൾക്ക് ഉറക്കം വന്നു. അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന രണ്ടാളുകൾ ഒരേ സീറ്റിൽ രണ്ടാളിങ്ങനെ ഇരുത്തി യാത്ര ചെയ്യുമ്പോൾ ഒരാൾക്ക് ഉറക്കം വന്നപ്പോൾ അയാൾക്ക് എന്ത് ചെയ്തു? അപ്പുറത്തിരിക്കുന്ന ആൾ ഉറക്കം വന്നിട്ട് അയാൾ ഇങ്ങനെ ഇടയ്ക്ക് തല അല്ലേ, ആ തലങ്ങനെ ആട്ടിയിട്ട് ഇയാളെ മേൽ തട്ടുമ്പോൾ ഒരു പ്രാവശ്യം തലങ്ങനെ ആട്ടിയപ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്തു? ഒരു കൈകൊണ്ടനാണ്. രണ്ടാമതും അയാൾ ഉറങ്ങിയിട്ട് അയാൾ ഒന്നുകൂടി ഇങ്ങനെ, അപ്പൊ ഇയാൾ അങ്ങോട്ട് ആണോ അല്ലേ? സ്വാഭാവികമായിട്ടും ഇയാൾ ഉറങ്ങിയിട്ടൊന്ന് ആടി. അതിനാണ് രണ്ടാമത് കുറച്ചും കൂടി അയാളൊരൊറ്റ തട്ടാണ്. റബ്ബ്, അയാളെ തല അപ്പുറത്ത് പോയി മുട്ടിപ്പോയി. ശരി, അയാളൊന്നും മിണ്ടിയില്ല. യാത്ര എങ്ങനെ തുടർന്ന് വടകര കഴിഞ്ഞു, കണ്ണൂർ പോവാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് കൊയിലാണ്ടി വടകരൻ്റെ അടക്ക. വടകര കഴിഞ്ഞു, മാഹി എത്തി. ഉറക്കം മറ്റേ ആൾക്ക് വന്നു. ഉറക്കം ആർക്ക് വന്നു? നേരത്തെ മറ്റോൻ ഉറങ്ങിയപ്പോൾ ഇയാൾ ഇങ്ങനെ മുട്ടിയില്ലേ? ഉറക്കപ്പാരടുത്തേക്ക് വന്നു, ഇയാളടുത്തേക്ക് വന്നു. ഇയാളടുത്തേക്ക് ഉറങ്ങിയിട്ട് മറ്റേ ആൾ ആദ്യത്തെ ചെരുവ് ചെരിഞ്ഞപ്പോൾ തന്നെ ഇയാളൊരൊറ്റ തട്ട്. കണ്ടാ? ഓർത്ത് നോക്കണം. തീരെ പരിചയമില്ലാത്ത രണ്ടാള് ബസ്സിൽ വെച്ചുകൊണ്ട് അവർ തമ്മിൽ പിണങ്ങാണ്. യാ റബ്ബ്, ബസ് കുറച്ചങ്ങോട്ടെത്തി. ആ കണ്ണൂർ ചാലക്ക് അവിടെ എത്തുമ്പം ഒരു വളവും ഒരു കയറ്റവും ഒക്കെ കൂടിയ സ്ഥലം. അവിടെ വെച്ച് ബസ് മറിഞ്ഞു. അവിടെ എന്തായി? ബസ് മറിഞ്ഞ് ആളുകൾക്കൊക്കെ പരിക്ക് പറ്റി. അല്ലാഹു റബ്ബി, പലരും ഹോസ്പിറ്റലിലായി. ചിലർക്കൊക്കെ കുറച്ച് നിസാര പരിക്ക്, ചിലർക്ക് അല്ലാത്ത പരിക്ക്. ബസ്സിൽ യാത്ര ചെയ്ത പരിക്ക് പറ്റിയിട്ട് രണ്ടാളുകളെ ഒരു വാർഡിൽ അഡ്മിറ്റാണ്. രണ്ടാളെയും കൂടി കൊണ്ടുവന്നിട്ട് വാർഡിൽ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തു. ഈ കട്ടിലൊരാൾ, മറ്റേ കട്ടിലൊരാൾ. ഒരാളെ മൂക്കമ്മൽ ഒരു കെട്ടുണ്ട്,
മറ്റയാളെ കണ്ണിൻ്റെ ഇവിടെ ഒരു കെട്ടുണ്ട്, രണ്ടാളെയും കൊണ്ടുവന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. രണ്ടാളിങ്ങനെ അഡ്മിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഇയാളിങ്ങനെ നോക്കി ആരാണത്, മറ്റേ ആളിങ്ങനെ നോക്കി ഇയാൾ ഏതാണ്, ഏതാ ഈ രണ്ടാള്, ഈ രണ്ടാളേതാ, ഇവർ രണ്ടാളും ഏതാ അല്ലേ? ഇവർ രണ്ടാളും ഇപ്പൊ പരിക്ക് പറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ നടക്കാം, ഇവർക്ക് രണ്ടാക്കും ഓർമ്മ അല്ലേ? ഇപ്പൊ ഇവിടെ പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുമ്പോ രണ്ടാളും അതാരാ ഇതാരാ രണ്ടാളും ഇങ്ങനെ നോക്കി. അല്ലാഹു റബ്ബി, രണ്ടാക്കും ശരിക്കും ഇവര് തെളിഞ്ഞു വന്നിട്ടില്ല. ഇതാരാന്ന് ഇയാൾക്കും അറിയില്ല, മറ്റേതാരാന്ന് മറ്റേയാൾക്കും അറിയില്ല. ഒരു ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കടന്നു. ഒരു ദിവസം ഹോസ്പിറ്റലിൽ കടന്ന് ഡോക്ടറും മരുന്നുമൊക്കെ ആയി കുറച്ചൊക്കെ ഇങ്ങനെ ബോധമൊക്കെ തെളിഞ്ഞപ്പോൾ ഇയാൾക്കൊന്ന് സംശയം, നമ്മളെ ബസ്സിലുണ്ടായിരുന്ന ആളാണുള്ളത് അയാൾക്ക് അതിലേറെ സംശയം, നമ്മളെ ബസ്സിലുള്ള ആളായിരുന്നല്ലോ. ഇവർ രണ്ടാളും അവിടെ വെച്ചിട്ട് ഇങ്ങനെ സംസാരം, നിങ്ങൾ ആ ബസ്സിലുണ്ടായിരുന്നു? ഞാനല്ലേ നിങ്ങൾ അടുത്ത സീറ്റിലിരുന്നിരുന്നത്. അപ്പോഴാണ് ഇവർക്ക് രണ്ടാൾക്ക് ഏതോ ഓർമ്മ വരുന്നത്, അഭ്യാസം കളിച്ചത് ഓർമ്മ വരുന്നത്. അല്ലാഹു റബ്ബി, 3 ദിവസം ഹോസ്പിറ്റലിൽ കടന്നു. കുറച്ചിങ്ങനെ ശരിയായിട്ട് വരുന്ന സമയത്ത് അല്ലാഹു റബ്ബി, എന്താ സംഭവം? ഇവിടെ ഇപ്പുറത്ത് കിടക്കുന്ന ആളെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും വരുന്നു അയാളെ ഭാര്യയും മകളും ഇയാളെ നോക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇപ്പുറത്ത് കിടക്കുന്ന ആളെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും വരുന്നു ആര്? ഇയാളുടെ മകനും ഭാര്യയും. ഇയാളെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും ഒക്കെ വരുന്നത് ആരാണ്? മകനും ഭാര്യയും. ഇയാളെ ശുശ്രൂഷിക്കാൻ വരുന്ന ആളാണ് മകളും ഭാര്യയും. 3 ദിവസം അവരിങ്ങനെ വരവും പോക്കും ഒക്കെ ആയി. അപ്പോൾ ഈ മകളെ ആര് കണ്ടു? ഇപ്പുറത്തെ വാപ്പ കണ്ടു. ഈ മകനെ ആര് കണ്ടു? ഇപ്പുറത്തെ വാപ്പ കണ്ടു. അല്ലാഹു റബ്ബി, രണ്ടുപേരും ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ട് അപ്പോഴാണ് അവർ തമ്മിൽ പരിചയപ്പെടുന്നത്. തമ്മിൽ പരിചയപ്പെട്ടപ്പോൾ നിങ്ങളെ മോളല്ലേ അത്? അതെ. മോളെന്താണ്? ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ മോളാണ്. ഓൾക്കൊരു കല്യാണം ഉണ്ടാക്കണ്ടേ? കല്യാണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ വന്നിട്ട് അവിടെ നിൽക്കുന്നത് മോനല്ലേ? അവനെങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു? മോനിക്കൊരു കല്യാണം ഉണ്ടാക്കണം എന്ന് ആലോചന ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് രണ്ടാൾക്കും ഒരു കല്യാണം ഉണ്ടാക്കല്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി കുട്ടികൾ തമ്മിൽ കണ്ടു. അവർ തമ്മിൽ കണ്ടുമുട്ടി അൽഹംദുലില്ലാ പൊരുത്തപ്പെട്ടു. രണ്ടാൾക്കും സന്തോഷമായി. അവര് രണ്ടുപേരും തമ്മിലുള്ള വിവാഹം നടക്കുകയാണ്. നല്ല സുഖകരമായിരിക്കുന്ന വിവാഹം. അല്ലാഹു റബ്ബി, ഇപ്പോ രണ്ടാളും ആ ബസ്സിൽ അല്ലേ, അവർക്ക് ഉണ്ടാക്കിയ ഒരു അപകടം ഉണ്ടായി ഹോസ്പിറ്റലിലായി. നമുക്കെല്ലാവർക്കും അത് വിഷമായി തോന്നൽ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ആ അപകടം ഉണ്ടായത് കൊണ്ട് ഇപ്പൊ നല്ലൊരു കല്യാണം നടന്നപ്പോൾ അൽഹംദുലില്ലാ പുതിയാപ്പളക്ക് നല്ല ഒരു കമ്പനി, അമ്മോഷന് വേറെ കമ്പനി. രണ്ടാളും എന്താ ഇപ്പൊ നല്ല കുടുംബജീവിതം. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അല്ലാഹു തആല നിശ്ചയിക്കുന്ന ഓരോന്നിലും ഒരു ഖൈറുണ്ടെന്ന് മനസ്സിലാക്കി ഒരു വീണ്ടും വിചാരത്തിന് തയ്യാറാകണം. കണ്ടോ, ഇപ്പൊ ബസ് ആക്സിഡന്റ് ആയതാ ഗുണമായി കിട്ടിയത്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അല്ലാഹു തആല തീരുമാനിച്ച് നടപ്പാക്കുന്ന എല്ലാറ്റിനും നമ്മളൊന്നൊരു വീണ്ടും വിചാരം. മകളിരുന്ന ആ പ്ലേറ്റ് പൊട്ടിയാൽ വെറുതെ പൊട്ടിക്കൊല്ലോ. ഒരു വണ്ടി തമ്മിലൊന്ന് ഊട്ടി വരുതിയാൽ തീർച്ചയായും വെറുതെ ഒരു ഡ്രൈവർ ചെയ്യൂലല്ലോ. ഒരു തൊഴിലാളിയുടെ ഒരു അബദ്ധം പറ്റിയാൽ വെറുതെ വരാൻ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്തു വേണം? അവിടെ ഒരു അഖ്ലാഖുദ്ദീൻ, അവിടെ ഒരു പെരുമാറ്റ ശാസ്ത്രമുണ്ട്. ആ പെരുമാറ്റ ശാസ്ത്രം എന്താണ്? ചില സ്ഥലത്ത് മിണ്ടാതിരിക്കലാണ്, ചില സ്ഥലത്ത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കലാണ്, ചില സ്ഥലത്ത് ഒരു വല്ലാത്ത പ്രതിസന്ധിയുടെ മധ്യേ നല്ലൊരു പുഞ്ചിരിയാണ്.